പ്രൈസ് ദി ലോർഡ്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്നു കൊണ്ട് ഞങ്ങളെ സേവിക്കുന്ന ഏവർക്കും ജീവശബ്ദത്തിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ജീവനുള്ള ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ സ്വർഗ്ഗമൊരുക്കി തന്ന മനോഹരമായ നല്ല സാവകാശത്തെ ഓർത്ത് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡുകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നുവെന്നും ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ അകത്ത് ഏറിയ രൂപാന്തരങ്ങൾ വരുത്തുന്നുവെന്നും ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നുവെന്നും നിങ്ങളുടെ ഫോൺ കോളുകളിലൂടെ അറിയുവാനിടയായി തീർന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ദൈവവചനത്താൽ വളർച്ച പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഓണാവധിക്ക് സെപ്റ്റംബർ മാസം 7-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 4 മുതൽ 9-ാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് 4 മണി വരെ തൃശ്ശൂർ ടൗണിന് അടുത്തുള്ള നെല്ലിക്കുന്ന് രവിവർമ്മ മന്ദിരത്തിൽ വെച്ച് 3 ദിവസത്തെ പ്രത്യേക സെമിനാറുകൾ നടത്തപ്പെടുന്നു. ഗ്ലോറിയസ് എൻകൗണ്ടർ എന്ന പേരിൽ തേജസ്സേറിയ പുതിയ നിയമ ശുശ്രൂഷ എന്താണെന്ന്, പുതിയ നിയമ മഹത്വം എന്താണെന്ന് ആധികാരികമായി പഠിപ്പിക്കുകയും ആ ശുശ്രൂഷയിലേക്ക് വ്യക്തികളെ കരം പിടിച്ചുയർത്തുകയും ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട സെമിനാർ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നു. നിങ്ങളേവരും പ്രാർത്ഥനയോടുകൂടെ കടന്നു വന്ന് പങ്കെടുക്കുക. താഴെ കാണുന്ന നമ്പറുകൾ നിങ്ങൾ മുൻകൂട്ടി പേർ രജിസ്റ്റർ ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം അവിടെ സീറ്റുകൾ പരിമിതമാണ്. കർത്താവിൽ പ്രസിദ്ധരായ കർത്തൃദാസന്മാർ മീറ്റിങ്ങുകളിൽ ദൈവവചനം ശുശ്രൂഷിക്കുന്നു. കർത്തൃദാസൻ പാസ്റ്റർ റൈസൻ തോമസ് കൊല്ലം പ്രധാന സെക്ഷനുകളിൽ നിങ്ങളോട് ദൈവവചനം പങ്കിടുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. കഴിഞ്ഞ എപ്പിസോഡിൽ സുവിശേഷം കേൾക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണ്, ദൈവസഭയിലെ ശുശ്രൂഷകന്മാർ വിശ്വാസികളെ ഏത് നിലവാരത്തിലേക്കാണ് വളർത്തുന്നത് എന്നിത്യാദി ഘനമേറിയ കാര്യങ്ങൾ അല്പം ലളിതമായി വേഗതയിൽ നാം ധ്യാനിക്കുകയായിരുന്നു. ഞാൻ പ്രധാനമായിട്ടും 4 മേഖലകൾ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് പങ്കുവച്ചു. സഭയിൽ വരുന്ന ഏതൊരു വിശ്വാസിയും, സഭ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് 4 ചുവരുകൾക്കകത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒരു കൂട്ടത്തെയല്ല സഭ എന്ന പദം കൊണ്ട് ഞാനിവിടെ അർത്ഥമാക്കിയിരിക്കുന്നത്. സുവിശേഷത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട് യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവായി സ്വീകരിച്ച ആഗോള വ്യാപകമായി അല്ല, പെന്തക്കോസ്ത് നാൾ മുതൽ കർത്താവിൻ്റെ മേഘപ്രത്യക്ഷ വരെയുള്ള സകല രക്ഷിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ കൂട്ടത്തെയാണ് സഭ എന്ന പദം കൊണ്ട് ഞാനിവിടെ അർത്ഥമാക്കിയത്. ബൈബിൾ അത് തന്നെയാണല്ലോ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ തന്നെ ആ മാർമിക ശരീരമായ ആഗോള വ്യാപകമായ സഭയെ പ്രതിനിധീകരിച്ച് ഓരോ പ്രദേശങ്ങളിലും ലോക്കൽ ബോഡിയുണ്ട്. കർത്താവിന് ലോക്കൽ ശരീരമുണ്ട്, ലോക്കൽ ബോഡിയുണ്ട്. ആ സഭയിൽ കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് സഭയോട് ചേർത്ത് വരുന്നു. ആ സഭയ്ക്കകത്ത് വരുന്ന ഓരോ വ്യക്തിത്വങ്ങളും കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ ഓർപ്പിച്ച പോലെ 4 വളർച്ചാ കാലഘട്ടങ്ങളെ തരണം ചെയ്യുന്നു. ഒന്ന്, നാം കണ്ടത് ആ വ്യക്തി അവൻ്റെ അകത്ത് അവൻ പെർഫെക്റ്റിംഗ് ആയി മാറുന്നു. പെർഫെക്റ്റിംഗ് ഓഫ് സെയിൻസ്. അവൻ എക്വിപ്പ് ചെയ്യപ്പെടുന്നു, അവൻ ഫർണിഷിംഗ് നടത്തപ്പെടുന്നു. അവനിൽ ഇല്ലാത്ത പലതും ദൈവത്തിൻ്റെ വചനത്താൽ, ദൈവാത്മാവിനാൽ, മൂപ്പന്മാരുടെ കൈവെപ്പിനാൽ, ഉപദേഷ്ടാക്കന്മാരുടെ പഠിപ്പിക്കലിനാൽ അവൻ്റെ അകത്ത് ദൈവാത്മാവ് അവൻ്റെ അകത്ത് ഉളവാക്കുന്നു. ശുശ്രൂഷകന്മാർ അവൻ്റെ അകത്ത് ഇല്ലാത്ത പലതും ആത്മാവിനാൽ അവൻ്റെ അകത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവാത്മാവിനാൽ നടക്കുന്ന കാര്യമാണ്. ദൈവ ശുശ്രൂഷകന്മാർക്ക് വരം കൊടുത്ത് അവരെ അവനായിട്ട് ഉപയോഗിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ അകത്ത് പ്രാർത്ഥനാ ജീവിതം, ദൈവവചന ധ്യാനം, സുവിശേഷീകരണത്തോടുള്ള താല്പര്യം, ദൈവരാജ്യത്തിനോട് ചെലവിടുവാൻ, അങ്ങനെ പല കാര്യങ്ങൾ കർത്താവ് നിങ്ങളുടെ അകത്ത് വളർത്തിക്കൊണ്ടുവരുന്ന കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഇവന് അടുത്തൊരു തലമുണ്ട്. ആ തലം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നിങ്ങൾ വളരുന്നതാണ്. യഥാർത്ഥ സത്യം നിങ്ങൾ അറിയുന്നതാണ്. ആ സത്യത്തിൽ നിങ്ങൾക്കൊരു വളർച്ചയുണ്ട്.
ആ സത്യം നിങ്ങളെ വളർത്തുന്നതാണ്. ആ സത്യം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നതാണ്. ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നിങ്ങൾ വളരുമ്പോഴും നിങ്ങളുടെ അവയവങ്ങളിൽ സ്വാതന്ത്ര്യം വരാൻ തുടങ്ങും. പൗലോസ് പറഞ്ഞു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിനധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കുമെന്ന് നിലവിളിച്ച പൗലോസ് തൊട്ടടുത്ത വാക്യത്തിൽ പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. എന്ത് സംഭവിച്ചു? 8-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിലും ക്രിസ്തു യേശുവിങ്കിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഏതെങ്കിലും മതത്തിൽ നിന്നോ ഏതെങ്കിലും സമുദായത്തിൽ നിന്നോ ഏതെങ്കിലും ആ പാരമ്പര്യങ്ങളിൽ നിന്നോ ഉള്ള സ്വാതന്ത്ര്യമല്ല ബൈബിൾ പറയുന്നത്. ബൈബിൾ പറയുന്ന പ്രധാന സ്വാതന്ത്ര്യം നമ്മുടെ അവയവങ്ങളിൽ പ്രമാണം വ്യാപരിക്കുന്നുണ്ട്. എന്ത് പ്രമാണമാ? എല്ലാവരെയും അവയവങ്ങളിൽ 2 പ്രമാണം വ്യാപരിക്കുന്നു. ഒന്ന് പാപത്തിന്റെ പ്രമാണം, മറ്റൊന്ന് മരണത്തിന്റെ പ്രമാണം. എന്താ പാപത്തിന്റെ പ്രമാണത്തിന്റെ പ്രത്യേകത? പാപത്തിന്റെ പ്രമാണം എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞോ അതേ ചെയ്യൂ, അതാ പാപത്തിന്റെ പ്രമാണം. മറ്റൊന്ന് എന്താ? മരണത്തിന്റെ പ്രമാണം. മരണത്തിന്റെ പ്രമാണം എന്ത് ചെയ്യാൻ പറഞ്ഞോ അത് ചെയ്യില്ല. ഈ 2 പ്രമാണങ്ങൾ നമ്മുടെ അവയവങ്ങളിൽ മുഴുവൻ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് ദൈവത്തിന്റെ ഹിതത്തിന് വിരുദ്ധമാണ്. അത് പാപമാണ്. ഈ പാപമല്ലേ സകല പ്രശ്നം ഉണ്ടാക്കിയേ? ഏദൻ തോട്ടത്തിൽ വെച്ച് ആദാം ചെയ്ത പാപമല്ലേ? അല്ലെങ്കിൽ ആദ്യ ദമ്പതികൾ ചെയ്ത പാപമല്ലേ ശാപത്തെ കൊണ്ടുവന്നേ? അവല്ലേ തകർച്ചയെ കൊണ്ടുവന്നേ? അവല്ലേ കുടുംബ കലഹം കൊണ്ടുവന്നേ? അതല്ലേ ഒന്നൊന്നിനെ കൊന്നേ? ഇതല്ലേ പ്രശ്നങ്ങളുടെ മുഴുവൻ കാരണം? ഇതല്ലേ തകർച്ച കൊണ്ടുവന്നത്? ഇതല്ലേ മുള്ളും പറക്കാരെയും മുളച്ചത്? സകല പ്രതികൂലത്തിന്റെയും പ്രശ്നത്തിന്റെയും പ്രയാസത്തിന്റെയും കാരണം പാപമാണെങ്കിൽ ആ പാപം ഇപ്പോൾ നിന്റെ അവയവങ്ങളിൽ ഒരു പ്രമാണമായിട്ട് നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നിന്റെ കുടുംബത്തെ വിട്ട് തകർച്ച മാറാത്തത്. അതുകൊണ്ട് തന്നെയാണ് നിന്റെ കുടുംബത്തെ വിട്ട് ശാപം വിട്ടൊഴിയാത്തത്. അതുകൊണ്ട് തന്നെയാണ് നിന്റെ ശരീരത്തിലും രോഗം വിട്ടുമാറാത്തത്. നിന്റെ അവയവങ്ങളിൽ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണങ്ങൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ബൈബിൾ നിങ്ങൾക്ക് നൽകുന്ന ഒരു സദ്വർത്തമാനമുണ്ട്. നിങ്ങൾ എത്രത്തോളം അവയവങ്ങളിൽ വ്യാപരിക്കുന്ന പ്രമാണങ്ങൾക്ക് നിങ്ങൾ അടിമപ്പെട്ട് ജീവിക്കുന്നവരാണെങ്കിലും, നിങ്ങൾ ക്രിസ്തുയേശുവിനാൽ ഒരു സ്വാതന്ത്ര്യം പ്രാപിപ്പാൻ കൊതിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്ന ക്രിസ്തുവിനെ ആരാധിക്കാൻ തുടങ്ങിയാൽ, നിങ്ങളുടെ അവയവങ്ങളിൽ വ്യാപരിക്കുന്ന പ്രമാണങ്ങളിൽ നിന്ന് നിങ്ങൾ പഠനത്താലല്ല, ഇച്ഛയാലല്ല, നിങ്ങൾ പഠിച്ച ഉപദേശത്താലല്ല, മറിച്ച് നിങ്ങളുടെ അകത്ത് ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്താൽ, നിങ്ങളുടെ അകത്തുനിന്ന് യേശുവിന്റെ ജീവൻ നിങ്ങളുടെ അകത്തൊരു പ്രമാണമായി വ്യാപരിക്കുന്നതിനാൽ, ആ പ്രമാണത്താൽ യേശു ക്രിസ്തുവിൽ കൂടെ നിങ്ങൾക്ക് ഈ പ്രമാണത്തിന്റെ മേൽ ജയമുണ്ട്. അർത്ഥാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം നിങ്ങളെ പുറകിലേക്ക് പിടിച്ചു വലിക്കുന്ന നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ വികാരത്തെ, നിങ്ങളുടെ ഇച്ഛയെ, നിങ്ങളുടെ അവയവങ്ങളെ പിടിച്ചു നിർത്തി ആ അവയവങ്ങൾക്ക് ക്രിസ്തുവിന്റെ പ്രമാണത്താൽ ഒരു ജയം നൽകുവാനാണ് കർത്താവ് ഈ ഭൂമിയിൽ വന്നത്. ആ നിലയിൽ നിങ്ങൾ ആ നിലവാരത്തിലേക്ക് വളരുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിന്റെ പ്രായത്തിന്റെ സമ്പൂർണ്ണത പ്രാപിക്കുകയാണ്. അവിടെയാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്, നിന്നെ കടിക്കുന്ന അണലിയുടെ വിഷം പോലും അകത്ത് കയറാതെ വേണം ആ വിഷത്തെ റിജക്റ്റ് ചെയ്യാൻ നിന്റെ അകത്ത് ആത്മബലം വ്യാപരിക്കുകയാണ്. അതൊക്കെ നടക്കുമോ എന്ന് നിങ്ങൾക്കൊരു പക്ഷേ സംശയം ഉണ്ടാകാം. പിന്നെ പ്രസംഗിക്കുമ്പോൾ ഒക്കെ പ്രസംഗിക്കാം, പറയാനൊക്കെ എളുപ്പമാണ്. അങ്ങനെ അണലി കടിച്ചാൽ ജീവിക്കുമോ? ജീവിക്കും എൻ്റെ മക്കളെ. അങ്ങനെ മറന്നിട്ടുണ്ട്. എൻ്റെ വീട് തൃശ്ശൂർ പീച്ചിയിലാണ്. എൻ്റെ അപ്പച്ചൻ്റെ പേര് പാസ്റ്റർ ജോർജ് കുട്ടി എന്നാണ്. എൻ്റെ അമ്മയുടെ ആങ്ങളുടെ പേര് പാസ്റ്റർ കെ.ഒ. വർഗീസ് എന്നാണ്. പീച്ചി മാഷ് എന്നാണ് തന്നെ ലോകം വിളിച്ചുകൊണ്ടിരിക്കുന്നത്. താൻ പീച്ചി സ്കൂളിലെ ഒരു അധ്യാപകനായിരുന്നു. എൻ്റെ അപ്പച്ചനും പീച്ചി മാഷും ജോസേട്ടനും കൂടെ വെലങ്ങന്നൂരിനടുത്ത് വെള്ളക്കാരിത്തളം ഭാഗത്ത് അവർ സുവിശേഷം പറയാൻ പോയിട്ട് രാത്രി 10-10:30 മണി നേരത്ത് അവർ തിരിച്ചു മടന്നു വരികയാണ്. മടന്നു വരുന്ന വഴിക്ക് പീച്ചിക്കാർക്ക് അറിയാം, വെലങ്ങന്നൂര് ഒരു IP വീടുണ്ട്. അവരുടേതാണ് പീച്ചി ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന ബസ്. അവരുടെ വീടിന്റെ പടിവാതിക്കൽ വെച്ച് മടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ, ഈ 3 പേർ മടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മാഷുടെ കാലിൽ എന്തോ കടിച്ചു. പെട്ടെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഒരു പാമ്പാണ്. എൻ്റെ അപ്പച്ചനും ജോസേട്ടനും കൂടിയാണ് അവനെ തല്ലിക്കൊന്ന് നോക്കിയപ്പോൾ അവൻ രക്തയണലിയാണ്. നടന്ന സംഭവം ഞാൻ പറഞ്ഞു വരുന്നത്. രക്തയണലിയാണ്. എൻ്റെ അപ്പച്ചനാണ് എന്നെ തല്ലിക്കൊന്നത്. എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യണോ? അവർക്കൊരു പിടുത്തമില്ല. ഏതായാലും പീച്ചി മാഷ് പറഞ്ഞു, ആരോടും പറയണ്ട. നേരെ അവർ 3 പേരും കൂടെ വീട്ടിലേക്ക് മടന്നു ചെന്നു. വീട്ടിൽ മടന്നു ചെന്ന് മാഷ് അകത്തേക്ക് കയറിപ്പോയി. ഇവർക്ക് അകത്ത് കയറാൻ പറ്റുമോ? ഇവർ വീട്ടിൽ പോകാൻ വരുന്നത് ആൻറ്റി ചോദിക്കും എന്താ കാരണമെന്ന്. ഇവർ വീടിന്റെ പുറത്ത് അവർ ആ റോട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മാഷ് അകത്ത് പോയി കിടന്നു. എന്നുണ്ടായി അറിയാമോ? പിറ്റേ ദിവസം നേരം പുറത്തു മാഷ് ചത്തില്ല. മാഷ് പുറത്തു വന്ന് 1-2 കവിൾ നീല കളറുള്ള ദ്രാവകം തുപ്പിക്കളഞ്ഞു. മാഷ് ഇന്നും ജീവനോടെ ഉണ്ട്. 82 വയസ്സായെന്ന് എൻ്റെ ഓർമ്മ. 81-82 വയസ്സായി. ഇന്നും മാഷ് ജീവനോടെ ഉണ്ട്. രക്തയണലി കടിച്ചിട്ടും മരിക്കാത്ത ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അത് മറ്റൊന്നുമല്ല, നിന്റെ അകത്ത് വളരുന്ന ക്രിസ്തുവിന്റെ ആത്മാവ്, നിന്റെ അകത്ത് വളരുന്ന ക്രിസ്തുവിന്റെ ആത്മാവ് നിന്റെ ശരീരത്തിൽ വരുന്ന വിഷത്തെ റിജക്റ്റ് ചെയ്യുന്നതാണ്.
അകത്ത് ഈ വെളിപ്പാടിൽ ക്രിസ്തുവിനെ വളർത്തുവാൻ അകത്ത് താല്പര്യപ്പെടുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച അതൊക്കെ ഓർപ്പിച്ചുകൊണ്ട് ഞാനവിടെ വിശദീകരിക്കുന്നില്ല. തൊട്ട് താഴേക്ക് ഞാൻ ഇറങ്ങി വരട്ടെ. നോക്കൂ, അപ്പോൾ നമ്മളവിടെ മൂന്നാമത് കണ്ട കാര്യം. രണ്ടാമത് കണ്ട കാര്യം ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുക. 3 നമ്മൾ വായിച്ചത് ടെലിയോസ് ആണ്. ടെലിയോസ് എന്ന് പറഞ്ഞാൽ ഫുള്ളി ഗ്രോൺ, മുഴുവനായിട്ട് വളർന്ന മനുഷ്യൻ, പക്വത വന്ന മനുഷ്യൻ. പക്വത വന്ന മനുഷ്യന്റെ പ്രത്യേകത, അവൻ പിശാചിനെ ജയിക്കാൻ ബലമുള്ളവനാണ്. ശിശുവിന്റെ കുഴപ്പം, അവൻ ചിലപ്പോൾ പിശാചിന് മുമ്പിൽ പരാജയപ്പെട്ടവനായിരിക്കാം. എന്നാൽ പക്വത വന്നവന്റെ പ്രത്യേകത, അവൻ ജയിക്കാനായിട്ട് അകത്ത് ബലം വന്നവനാണ്. യേശു തികഞ്ഞവനാണെന്ന്, പക്വത വന്നവനെന്ന് ടെലിയോസ് എന്ന് പ്രഖ്യാപിച്ച ഉടനെ തന്നെ എന്തുണ്ടായെന്ന് അറിയാമോ? ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. മരുഭൂമിയിൽ ആരോ ഉണ്ടായിരുന്ന? പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു. എന്തോ നടന്നു? ടെലിയോസായ എന്റെ ക്രിസ്തു പിശാചിനാൽ മരുഭൂമിയിൽ 40 ദിവസം പരീക്ഷിക്കപ്പെട്ടിട്ടും അവൻ തോറ്റിട്ടല്ല വന്നേ, അവൻ ജയിച്ച് ജയാളിയായി വന്നു. ആത്മനിറവുള്ള ടെലിയോസിനെ മരുഭൂമിയിലേക്ക് വിട്ടു. അവൻ അവിടെ നിന്ന് തിരിച്ചു വന്നത് ആത്മനിറവോടെ മാത്രമല്ല, അവൻ ആത്മശക്തിയോടെ മടങ്ങി വന്നു. അർത്ഥാൽ ടെലിയോസായി വളർന്നവനെ, പുരുഷത്വം പ്രാപിച്ചവനെ, പക്വത പ്രാപിച്ചവനെ പിശാചിനെ പരീക്ഷിക്കുവാനായി എന്റെ ദൈവം വിട്ടുകൊടുക്കും. അർത്ഥാൽ അടുത്തെന്ത് മടക്കും? അടുത്ത് മടക്കുന്നത് പരീക്ഷണം കഴിഞ്ഞ് അവൻ തിരിച്ചു വരുന്നത് അവൻ ആത്മാവിന്റെ ശക്തിയോടുകൂടിയാണ്. നിങ്ങളതൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിന് 1-ാം വാക്യം. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടുമടങ്ങി, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് മടത്തി. 4:1, 4:13-14. ആ പരീക്ഷ തികച്ച ശേഷം അവൻ ആത്മാവിന്റെ ശക്തിയോടെ മടങ്ങി വന്നു. അർത്ഥാൽ ടെലിയോസായി വളർന്നാൽ മെച്ചം, നിന്നിൽ നിന്ന് ദൈവശക്തി ഒഴുകാൻ തുടങ്ങും. നീ കരം വെച്ചാൽ രോഗികൾ സൗഖ്യം പ്രാപിക്കാൻ തുടങ്ങും. നിന്റെ മിഴ തട്ടിയാൽ രോഗി സൗഖ്യം പ്രാപിക്കാൻ തുടങ്ങും. ഇത് പത്രോസിനോ പൗലോസിനോ അല്ലെങ്കിൽ യോഹന്നാനോ കൊടുത്ത കുത്തകയൊന്നുമല്ല. ഈ കാലഘട്ടങ്ങളിൽ കർത്താവ് അത്ഭുതകരമായ ലോകരാജ്യങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമനുഷ്യന്മാരുണ്ട്. അവരെ പോലെയാകാൻ പ്രാർത്ഥിക്കുന്ന ആളുകൾ, അവരെ പോലെ അനുകരിച്ച് പ്രസംഗിക്കുന്ന ആളുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ പൊന്നുവയ മക്കളെ, നിങ്ങൾ ആരെ പോലെയാകാൻ അനുകരിക്കരുത്. നിങ്ങൾ ക്രിസ്തു നിന്റെ അകത്ത് വളരാൻ പ്രാർത്ഥിച്ചാൽ, നിന്റെ കരം വെച്ചാൽ രോഗി സൗഖ്യമാകും, നിന്റെ മിഴൽ തട്ടിയാൽ രോഗി സൗഖ്യമാകും. എന്തിനേറെ, നിന്റെ തൂവാല എടുത്തുകൊണ്ടുപോയി ഒരു രോഗിയുടെ മേലിട്ടാൽ അവിടെ രോഗസൗഖ്യം അടക്കം. കാരണം മറ്റൊന്നുമല്ല, നിന്റെ അകത്ത് വളരുമ്പോൾ ക്രിസ്തുവിൽ നിന്ന് ആ ദൈവശക്തി പുറത്തേക്ക് ഒഴുകുകയാണ്. അകത്ത് ആ വെളിപ്പാട് ശക്തിയോടെ ഇന്ന് പകൽ ആർജിച്ചു വരുന്നവർക്കായി സ്തോത്രം ചെയ്യുകയാണ്. എന്റെ പൊന്നുപ്രിയ മക്കളെ, ഇതൊന്നും തത്വമായിട്ട് പഠിക്കേണ്ട കാര്യമല്ല. ഇതെല്ലാം ദൈവത്തിൽ നിന്ന് വെളിപ്പാടായി സ്വീകരിക്കേണ്ടവരാണ്. ദൈവം നിങ്ങളെ ആ വെളിപ്പാടിൽ വളർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വെളിപ്പാടുകളെ കുറിച്ച് പറയാം. അടുത്തൊരു ഘടകം കൂടെ പറഞ്ഞ് ഞാൻ അവിടെ കിടക്കാം. നോക്കൂ, 4-മതായിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച കണ്ടത് യേശു ക്രിസ്തുവിന്റെ ഫുൾനെസ് ഓഫ് ക്രൈസ്റ്റ് ആണ്, ക്രിസ്തുവിന്റെ സമ്പൂർണ്ണതയാണ്. അവന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് പ്ലെറോമ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? എന്തോ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യുക. ഒരു ഷിപ്പിനകത്ത്, ഒരു കപ്പലിനകത്ത് നിറയെ സ്ഥാപനങ്ങളുമായിട്ട് കൊച്ചി തുറമുഖത്ത് വന്നിരിക്കുന്നു. എന്തായാലും മെച്ചം, അതിനകത്ത് വരുന്നവർക്ക് മുഴുവൻ സപ്ലൈ ചെയ്യാനുള്ള സ്ഥാപനമുണ്ട്. നോക്കിയേ, പിശാച് സകലതും അടർത്തി മാറ്റി, ശൂന്യമാക്കപ്പെട്ട്, പാപത്താൽ ദൈവ തേജസ് നഷ്ടപ്പെട്ട്, ആരോഗ്യം നഷ്ടപ്പെട്ട്, സകലതും നഷ്ടപ്പെട്ട് കുഴഞ്ഞുപോയ മനുഷ്യനെ ക്രിസ്തുവിന്റെ ക്രൂശിൽ വെളിപ്പെട്ട രക്ഷണ്യവേലയുടെ വെളിപ്പാടകത്ത് കൊടുത്ത് അവനെ സഭയിൽ കൊണ്ടുവന്ന് അവന്റെ അകത്ത് എക്വിപ്പിംഗ് നടത്തി, അവന്റെ അകത്ത് ഫർണിഷിംഗ് നടത്തി, അവനെ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളർത്തി. പ്രൈസ് ഗോഡ്. അവനെ പക്വതയിലേക്ക് വളർത്തി. ഇപ്പോൾ അവന്റെ അകത്ത് ക്രിസ്തുവിന്റെ സമ്പൂർണ്ണത പകരുക. ക്രിസ്തുവിൽ എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ അവന്റെ അകത്ത് പകരുക. പൗലോസ് കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞു, അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ആരില്ല? ക്രിസ്തുവിൽ. ആ ക്രിസ്തു എവിടെയാ? പൗലോസ് പറഞ്ഞു, ഞാൻ മർമ്മം എന്നുകൊണ്ട് പറയാം. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ അകത്ത് വസിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് ക്രിസ്തുവിലാണ്. ആ ക്രിസ്തു നിന്റെ അകത്ത് ആത്മാവിൽ വസിക്കുന്നു. ആ ആത്മാവിൽ വന്ന ക്രിസ്തു, രക്ഷിക്കപ്പെട്ടപ്പോൾ നിന്റെ ആത്മാവിൽ വന്ന ക്രിസ്തു നിന്റെ ദേഹിയിലേക്ക് അവൻ വളരുകയാണ്. നിന്റെ ഇച്ഛയ്ക്കകത്ത്, നിന്റെ മനസ്സിനകത്ത്, നിന്റെ വികാരത്തിനകത്ത് ക്രിസ്തു രൂപപ്പെടാൻ തുടങ്ങുന്നു. ക്രിസ്തു ഫോം ചെയ്യാൻ തുടങ്ങുന്നു. എന്തു സംഭവിക്കുന്നു? അല്പം കഴിയുമ്പോൾ അകത്ത് ക്രിസ്തുവിൽ എന്തൊക്കെയുണ്ടോ
അത് മുഴുവൻ നിന്റെ അകത്ത് നിറയുകയാണ്. ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുകയാണ്. ഒന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോ, കർത്താവ് ഇന്ന് പകൽ ഇതിനകത്ത് ചിലത് നിങ്ങളുടെ അകത്ത് പകരട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചില ആശയങ്ങൾ പകരുകയല്ല, എൻ്റെ ആത്മാവിൽ വന്ന ദൈവവചന വെളിപ്പാട് ഞാൻ നിങ്ങളിലേക്ക് പകരുകയാണ്. എന്തു സംഭവിക്കുമെന്നറിയാമോ? ഇപ്പോൾ ക്രിസ്തുവിന്റെ ആത്മാവിൽ നിന്ന്, എൻ്റെ ആത്മാവിൽ വന്ന ക്രിസ്തുവിന്റെ ആത്മാവിൽ നിന്ന് നിങ്ങളിലേക്ക് ഒഴുക്കമടക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ അകത്ത് ക്രിസ്തു രൂപപ്പെടാൻ തുടങ്ങും. എന്ത് സംഭവിക്കും? ക്രിസ്തുവിൽ എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ നിങ്ങളുടെ ആത്മാവിൽ രൂപപ്പെട്ട് വരാൻ തുടങ്ങുകയാണ്. നോക്കൂ, കർത്താവ് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, യോഹന്നാൻ 20-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. എൻ്റെ പിതാവ് എന്നെ സമ്പൂർണ്ണ നിറവോടെ അയച്ചതുപോലെ, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആരെ അയക്കുന്നത്? ക്രിസ്തുവിൽ വളരുന്നവരെ, ക്രിസ്തുവിന്റെ നിത്യജീവന്റെ മൊഴി കേട്ട് വളർന്നവരെ ഈ ലോകത്തിലേക്ക് അയക്കുക. യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തതിനു ശേഷം ഗലീല മലയിൽ വെച്ച് ശിഷ്യന്മാർ അവനെ ആരാധിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളെയും ശിഷ്യരാക്കി അവർക്ക് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കൊടുക്കുക, ജ്ഞാനസ്നാനം കൊടുക്കുക എന്ന് നമുക്ക് POC കാണാൻ കഴിയുന്നുണ്ട്. എന്തായി പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇവിടെയുള്ള സകല ജാതികളെയും ശിഷ്യരാക്കാൻ സ്വർഗം നമുക്ക് അധികാരം തന്നിരിക്കുന്നു. ആരാ നമ്മൾ? നമ്മൾ സഭയാണ്. സഭ ആരാ? സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവാണ് സഭ. ക്രിസ്തുവിൽ എന്ത് നിറവുണ്ടോ ആ നിറവ് മുഴുവൻ പകർത്തപ്പെട്ടിരിക്കുന്ന സംഘാതപാത്രമാണ് സഭ. ക്രിസ്തു ആരാ? ക്രിസ്തു സഭയുടെ തലയാണ്. ആ ക്രിസ്തു തലയും നാം അവയവങ്ങളുമായ സംഘാതപാത്രമാണ് സഭ. ആ സഭയുടെ പ്രത്യേകത, പിതാവാം ദൈവം പുത്രനിൽ കൊടുത്തിരിക്കുന്ന അധികാരം എന്തോ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും അവൻ നമ്മിൽ പകർന്നിരിക്കുന്നു. ആ സുവിശേഷത്തിന്റെ അതോറിറ്റി, സുവിശേഷത്തിന്റെ അധികാരം തിരിച്ചറിയുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. സുവിശേഷം ഉപദേശങ്ങളുടെ കൈമാറ്റമല്ല, സുവിശേഷം മാനുഷിക കൽപ്പനകളുടെ കൈമാറ്റമല്ല, സുവിശേഷം തത്വജ്ഞാനങ്ങളുടെ കൈമാറ്റമല്ല, സുവിശേഷം മാനുഷിക സമ്പ്രദായങ്ങളുടെ കൈമാറ്റമല്ല, സുവിശേഷം പ്രപഞ്ചത്തിന്റെ സൃഷ്ടിതാവായ ക്രിസ്തുവിനെ ഹൃദയങ്ങളിൽ വിതയ്ക്കുന്നതാണ് സുവിശേഷം. അതിന്റെ അർത്ഥം വിതയ്ക്കപ്പെടുന്ന വ്യക്തിയുടെ ശരീരത്തിൽ കർത്താവ് ദൈവമാണെന്ന് തെളിയിക്കേണ്ട അത്ഭുതങ്ങൾ അവൻ ചെയ്ത് ആത്മാവിൽ ക്രിസ്തു രൂപപ്പെട്ടു വരുന്ന സുവിശേഷത്തിന്റെ മാർമിക അനുഭവങ്ങൾക്കായി ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നോക്കൂ, നിങ്ങളിൽ പലരും സുവിശേഷം കേൾക്കാൻ കാരണം, വചനം കേൾക്കാൻ കാരണം, യേശുവിനെ കേൾക്കാൻ കാരണം നിങ്ങളുടെ പ്രശ്നങ്ങളാണ്, നിങ്ങളുടെ അനുഭവങ്ങളാണ്. ശരീരത്തിൽ രോഗം വന്നു, കടഭാരം വന്നു, ബിസിനസ് പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നു, മക്കൾ വഴിവെറ്റിപ്പോകുന്നു, ഭാര്യയും ഭർത്താവും ഡൈവേഴ്സിന്റെ വക്കിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ വിവാഹം നടക്കുന്നില്ല, ജോലി കിട്ടുന്നില്ല. അങ്ങനെ പല പ്രശ്നങ്ങളാണ്, പല അനുഭവങ്ങളാണ്. നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങിയത്, അല്ല വേണ്ട നിങ്ങൾ TV കാണാൻ തുടങ്ങിയത്, വചനം കേൾക്കാൻ തുടങ്ങിയത്. അപ്പോൾ അനുഭവങ്ങളിൽ ഒരു വിടുതലുണ്ടാകേണ്ടവന് അനുഭവങ്ങൾ നിങ്ങളെ പ്രാർത്ഥനാ മുറിയിൽ എത്തിച്ചു, വചനം കേൾക്കാൻ എത്തിച്ചു. അനുഭവങ്ങൾ വചനം കേൾക്കാനുള്ള ആരംഭം നിങ്ങൾ ഉണ്ടാക്കി. വചനം നിങ്ങൾ കേൾക്കാൻ തുടങ്ങിയപ്പോൾ വചനത്തിൽ നിന്ന് അനുഭവങ്ങൾക്ക് മാറ്റം വന്നിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ആശ്വാസം ഉണ്ടാകാൻ തുടങ്ങി. നോക്കൂ, അപ്പോൾ നിങ്ങളുടെ കടഭാരം ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട്, നിങ്ങളുടെ രോഗം ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട്. കഴിഞ്ഞ ദിവസം എറണാകുളം തന്നെ ഒരു ആൻറ്റി വിളിച്ചു, 12 വർഷമായിട്ട് താൻ രോഗക്കിടയ്ക്ക് കിടക്കുകയാണ്. താൻ കഴിഞ്ഞ ഒരു ദിവസത്തെ ക്ലാസ് കേട്ടപ്പോൾ ആ ആൻറ്റി എന്നെ വിളിച്ച് പറഞ്ഞ കാര്യമുണ്ട്, പാസ്റ്റർ എനിക്ക് സൗഖ്യം നടന്നിട്ടില്ല, പക്ഷെ 2 വർഷമായി ഞാൻ ചത്ത ശവം പോലെ കിടക്കുകയായിരുന്നു. പക്ഷേ ആ ക്ലാസ്, ഒരു ദിവസത്തെ ക്ലാസ്, ഒരു എപ്പിസോഡ് എന്നെ ആകമാനമായി പൊളിച്ചു പണിതു. അപ്പൊ തന്റെ ശരീരത്തിൽ വിടുതൽ വന്നിട്ടില്ല. പക്ഷേ ദൈവത്തിന്റെ വചനം തന്റെ ശരീരത്തിൽ വരുത്തുന്ന വിടുതലിനേക്കാൾ അത്യന്തികമായ വിടുതൽ തന്റെ ആത്മാവിൽ വരുത്തി. തന്നെ ആകമാനമായ വചനം പൊളിച്ചെഴുതി. അപ്പൊ പ്രശ്നം വചനം കേൾപ്പിച്ചു, വചനം പ്രശ്നം മാറ്റിയില്ലെങ്കിലും ആദ്യം നിന്റെ ആ അനുഭവങ്ങളിൽ ചുറ്റപ്പെട്ടിട്ടുള്ള ആ അനുഭവങ്ങൾ തളർത്തിക്കൊണ്ടിരുന്ന നിന്റെ മനോമണ്ഡലത്തെ പണിവ് നിന്നെ വചനത്തിൽ ഉറപ്പിക്കാൻ തുടങ്ങി. അർത്ഥാൽ വചനം നിന്റെ അകത്ത് കയറാൻ തുടങ്ങി.
നോക്കി, അപ്പോൾ നോക്കി, ഇവിടെ ഉണ്ടാകുന്ന വളർച്ചയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അനുഭവങ്ങൾ വചനത്തിലേക്ക് തിരിച്ചു. വചനത്തിലേക്ക് തിരിഞ്ഞപ്പോൾ വചനത്തിലുള്ള വളർച്ച കണ്ടു. അനുഭവങ്ങൾ നിന്നെ വേദനിപ്പിക്കാമായി, അവന്റെ മേലിൽ നീ ജയത്തോടെ നിൽക്കാൻ തുടങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ നീ വചനത്തിൽ വളർന്നപ്പോൾ നീ അനുഭവങ്ങളെ തിരസ്കരിക്കാൻ തുടങ്ങി. വചനം പറയുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. ശരീരത്തിൽ രോഗം വച്ചോണ്ട് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ബൈബിൾ പറഞ്ഞു, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. ഒരമ്മ എന്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ലെന്ന് വചനം കേട്ടപ്പോൾ രോഗം മറന്നു, ക്രിസ്തുവിനുള്ള സ്നേഹം വർദ്ധിച്ചു. അല്പം കഴിഞ്ഞപ്പോ വചനത്തിൽ അങ്ങ് ശക്തിപ്പെടാൻ തുടങ്ങിയപ്പോൾ, നിത്യതയെ കുറിച്ച് കേട്ടപ്പോൾ, സ്വർഗത്തെ കുറിച്ച് കേട്ടപ്പോൾ, പുതുവാന ഭൂമിയെ കുറിച്ച് കേട്ടപ്പോൾ, ദൈവം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോകുന്ന ശുശ്രൂഷകളെ കുറിച്ച് കേട്ടപ്പോൾ മീമിന്റെ രോഗം മറന്നു. രോഗത്തിന്റെ മറുപടി നിനക്ക് വിഷയമല്ലമായി. അനുഭവങ്ങളെ തിരസ്കരിച്ചു, മറിച്ച് വചനത്തെ നീ മുറുകെ പിടിക്കാൻ തുടങ്ങി. എന്ത് പറഞ്ഞറിയാമോ? അല്പം കഴിഞ്ഞപ്പോൾ ഈ വചനത്തിനകത്ത് ജീവൻ വ്യാപരിക്കാൻ തുടങ്ങും. ഈ ജീവന്റെ പ്രത്യേകത, ഇത് നിന്റെ ശരീരത്തിൽ സൗഖ്യമായി വെളിപ്പെടാൻ തുടങ്ങും. നിന്റെ ശരീരത്തിൽ സൗഖ്യമായി വെളിപ്പെടും. നീ ചോദിക്കുന്നതിനേക്കാൾ, നിനക്കുന്നതിനേക്കാൾ അത്യന്തപരമായി നിന്റെ മൈൻഡിൽ വളർന്ന വളർച്ചയാൽ ഈ വചനത്തിന്റെ ശക്തി നിന്നിൽ വെളിപ്പെടുവാൻ ആരംഭിക്കുകയാണ്. അങ്ങനെ വചനത്തിൽ വളർന്നവർ ഓരോ സെക്കൻഡിലും, ഓരോ മിനിറ്റിലും അവർ അത്ഭുതങ്ങൾ കാണുകയാണ്. അവർ അത്ഭുതങ്ങൾക്ക് വേണ്ടി ഓടുന്നവരല്ല, അത്ഭുതങ്ങൾ അവരുടെ പുറകെ ഓടി വരുന്നവരാണ്. നോക്കൂ, ഞാൻ അവനകത്ത് ഈ ക്രമാനുഗതമായ വചന വെളിപ്പാടുള്ള വളർച്ചയെക്കുറിച്ച് പറയാനായിട്ട് ഞാനൊരു ഭാഗം നിങ്ങളോട് പറയാം. എനിക്ക് ഈ ഏദൻ തോട്ടത്തിൽ വെച്ചാണല്ലോ മനുഷ്യൻ പാപം ചെയ്തത്. പാപത്താലാണ് പിശാചിന് മനുഷ്യന്റെ മേൽ അധിനിവേശം കിട്ടിയത്. പിശാച് സകലവിധ കഷ്ടതയും സകലവിധ രോഗവും മനുഷ്യന്റെ മേൽ വധിച്ച് മനുഷ്യനെ വല്ലാതെ ഒരു കുഴഞ്ഞ പരുവത്തിലാക്കി കളഞ്ഞു. അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കർത്താവ് അവന്റെ മടിയിൽ നിന്ന് അബ്രഹാമിനെ വിളിച്ചത്. അബ്രഹാമിനെ വിളിച്ച ശേഷമാണ് ദൈവം അതിന്റെ മടിയിൽ നിന്ന് അബ്രഹാമിന്റെ പിന്തുടർച്ചയായി ഇസ്രായേലിനെ വിളിച്ചത്. അങ്ങനെ ഇസ്രായേൽ മക്കളെ വിളിച്ച് വരുന്ന വഴി അബ്രഹാമിന് ദൈവം വെളിപ്പെട്ടു വന്നു. ദൈവം എൽ ശദായി വെളിപ്പെട്ടു വന്നു. അവൻ സർവശക്തനായിട്ട് ദൈവം അബ്രഹാമിന് വെളിപ്പെട്ടു. ദൈവം ഓരോ കാലഘട്ടങ്ങളിലും തന്നെ കുറിച്ചുള്ള വെളിപ്പാടുകൾ തുറന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. കഥ വായിക്കുന്നവർക്ക് അബ്രഹാമിന്റെ മകനായ ഇസ്ഹാക്കിന്റെ മകനായ യാക്കോബിന്റെ യാക്കോബിന്റെ മക്കളായ യോസഫിന്റെ മക്കളായ മോശയുടെ തലമുറ ഇങ്ങനെ കഥ വായിച്ചു പോകും. എന്നാൽ വെളിപ്പാടുള്ളവൻ വായിക്കുമ്പോൾ കഥയല്ല വായിക്കുന്നത്, ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാടവൻ കാണാൻ തുടങ്ങും. അബ്രഹാമിന് ദൈവം സർവശക്തനായി വെളിപ്പെട്ട് വന്നെങ്കിൽ ഇസ്രായേൽ മക്കൾക്ക് വെളിപ്പെട്ടപ്പോൾ അതൊന്നും കൂടെ ഉയർന്നതായിരുന്നു. എന്താണ് ഉയർന്നതായി വെളിപ്പെട്ടത്? പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 25-26 വാക്യങ്ങൾ. അവൻ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവൻ അത് വെള്ളത്തിൽ ഇട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. അവിടെ വെച്ച് അവൻ അവർക്കൊരു ചട്ടവും പ്രമാണവും നിയമിച്ചു. അവിടെ വെച്ച് അവൻ അവരെ പരീക്ഷിച്ചു. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവനെ പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണെന്ന് അരുളി ചെയ്തു. അപ്പൊ നോക്കിയേ, അബ്രഹാമിനോട് ദൈവം അവൻ എൽ ശദായിയാണ്, സർവശക്തനാണെന്ന് പറഞ്ഞപ്പോൾ ഇസ്രായേൽ മക്കളുടെ ബന്ധത്തിൽ വന്നപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ ഒന്നുകൂടെ എന്നെ തുറന്നു തരാം. ഞാൻ സർവശക്തൻ മാത്രമല്ല, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്നവൻ കൂടെയാണ്. അവിടെ പറഞ്ഞതുകൊണ്ട് നീ എൻ്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിച്ചു മടമാൽ, നീ എന്നെ അനുസരിച്ചു മടമാൽ, മിസ്രയീമ്യർക്ക് വരുത്തിയ ഒരു ചൊറിച്ചിലും ഒരു വ്യാധിയും ഞാൻ നിനക്ക് വരുത്താതെ വണ്ണം ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണെന്നുള്ള വെളിപ്പാട് ഞാൻ നിന്റെ ജീവിതത്തിൽ അനുഭവമായി നൽകാൻ പോവുകയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എന്തായി പറഞ്ഞു വന്ന് വേറൊന്നുമല്ല, ഇത് അനുസരിക്കാൻ തുടങ്ങിയാൽ നിന്റെ ശരീരം പ്രതികരിക്കാൻ തുടങ്ങുന്നു. അപ്പൊ ഇതിന്റെ അനുസരണത്തിനും പ്രതികരണത്തിനും തമ്മിൽ ബന്ധമുണ്ട്. ഇത് ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, ഇത് പഴയ നിയമമാണ്. പഴയ നിയമത്തിൽ അനുസരിച്ചാൽ അനുഗ്രഹം. അപ്പൊ പുതിയ നിയമത്തിലെ വിഷയം എന്താ? പുതിയ നിയമത്തിൽ പറഞ്ഞു, നീ ഇത് വിശ്വസിക്കാൻ തയ്യാറായത്. അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അതുകൊണ്ട് പുതിയ നിയമത്തിൽ അനുസരണം കേട്ടവർക്ക് മൊത്തം സൗഖ്യം ഉണ്ടെന്നാണ് പറഞ്ഞു വന്നേ? അല്ല. പുതിയ നിയമത്തിന്റെ പ്രത്യേകത, പുതിയ ഉടമ്പടി എന്നെ അനുസരിപ്പിക്കാൻ ശ്രമിക്കുകയല്ല, എന്നെ ആകമാനമായി പൊളിച്ചു പണിതു, എന്നെ അനുസരണമുള്ളവനാക്കി മാറ്റി. ദൈവത്തെ അനുസരിക്കുന്ന അനുസരണമുള്ളവനാക്കി പുത്രന്റെ ആത്മാവിനാൽ എന്നെ മാറ്റിയതാണ് പുതിയ നിയമം. ആ പുതിയ നിയമത്തിന്റെ പ്രത്യേകത നേരത്തെ ഞാൻ പറഞ്ഞു, ആ വെളിപ്പാട് നിന്റെ അകത്ത് വന്നാൽ നിന്റെ ശരീരത്തെ രോഗം തൊടില്ല.
നിന്റെ കുടുംബത്തെ തകർച്ച തൊടില്ല, നിന്റെ ബിസിനസ്സിനെ മാഷ്ടം തൊടില്ല, നിന്റെ സമസ്ത മേഖലയിലും നിനക്കൊരു ജയജീവിതമുണ്ട്. ഈ ലോകത്തിന്റെ ഒരു ഘടകങ്ങളും നിന്നെ തൊടാതെ വേണം ഒരു പ്രൊട്ടക്ഷൻ ഈ വചനത്തിനകത്ത് നിന്നെ കൊണ്ട് കാണാൻ. നിന്റെ കണ്ണ് ഇന്ന് പകൽ സ്വർഗം തുറക്കട്ടെ. പ്രാർത്ഥിപ്പാൻ നീ തയ്യാറാകുക. പുതിയ ഉടമ്പടി അത്ര മേത്തരമാണ്. നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനും ആ ശുശ്രൂഷയിലേക്ക് വളർച്ച പ്രാപിക്കുവാനും ഞങ്ങളൊരു സാവകാശം ഈ ഓണാവധിക്ക് ഒരുക്കിയിട്ടുണ്ട്. സെപ്റ്റംബർ മാസം 7-ാം തീയതി മുതൽ 9-ാം തീയതി വരെ തൃശ്ശൂർ പട്ടണത്തിനടുത്തുള്ള നെല്ലിക്കുന്നുള്ള ശ്രീ രവിവർമ്മ മന്ദിരത്തിൽ വെച്ച് 3 ദിവസത്തെ സെമിനാർ നടത്തപ്പെടുന്നു. 7-ാം തീയതി വൈകിട്ട് 4 മണി മുതൽ 9-ാം തീയതി വൈകിട്ട് 4 മണി വരെ നടത്തപ്പെടുന്ന മീറ്റിംഗിൽ വെച്ച് പുതിയ നിയമ ശുശ്രൂഷ എന്താണ്, ഗ്ലോറിയസ് എൻകൗണ്ടർ എന്താണ്, ദൈവമായിട്ടുള്ള കൂട്ടിമുട്ടൽ എന്താണ്, നിങ്ങൾക്ക് എങ്ങനെ ഈ മേഖല ജയാളിയായി ജീവിക്കാം, എങ്ങനെ കർത്താവിന് വേണ്ടി അത്ഭുതകരമായ ശുശ്രൂഷ നിങ്ങൾക്ക് ചെയ്തെടുക്കാം എന്നുള്ളതിനെ കുറിച്ച് ഒരു നല്ല സെമിനാർ നടത്തപ്പെടുന്നു. താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഇവിടെ സീറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ താല്പര്യമുള്ളവർ ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ ചെയ്യണമെന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കണ്ണടയ്ക്കുന്ന നമുക്ക് ദിവസത്തിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായ സ്തോത്രം. പുതിയ നിയമത്തിലൂടെ കർത്താവ് ഞങ്ങളുടെ അകത്ത് പകർന്ന വളർച്ചയ്ക്കായി സ്തോത്രം. കർത്താവ്, ഞങ്ങളെ കേൾക്കുന്ന ഞങ്ങളുടെ ജനം ക്രിസ്തുവിൽ വളരട്ടെ, ക്രിസ്തു എന്ന തലയോളം വളരട്ടെ കർത്താവേ. അവരനുഭവിപ്പാൻ ദൈവം വച്ചിരിക്കുന്ന സകല അനുഗ്രഹങ്ങൾ അവരെ വെളിപ്പെട്ട് വരട്ടെ കർത്താവേ. കർത്താവ്, ഈ വചനം അനുസരിക്കുമ്പോൾ, ഈ വചനം അനുസരിക്കുന്നവരായി, ഈ വചനം വിശ്വസിക്കുന്നവരായി അങ്ങ് ഞങ്ങൾ വളർത്തിയല്ലോ കർത്താവേ. ക്രിസ്തുവിൻ്റെ അനുസരണം ഞങ്ങളുടെ അകത്ത് തന്നവനായി സ്തോത്രം. അവരുടെ ശരീരം, അവരുടെ ബിസിനസ്, അവരുടെ കുടുംബം മുഴുവൻ അവരകത്ത് വന്ന ക്രിസ്തുവിൻ്റെ ശക്തിക്ക് വിധേയമായി ചലിക്കട്ടെ കർത്താവേ. സമസ്ത മേഖലയിലും അവ അത്ഭുതമായി അത് വിടുതലായി നടക്കട്ടെ കർത്താവേ. ഞങ്ങളുടെ മക്കൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ശാരീരിക രോഗങ്ങളുടെ മേൽ, അവരുടെ അവസ്ഥകളുടെ മേൽ, അവരുടെ കടഭാരങ്ങളുടെ മേൽ, അവരുടെ ഞെരുക്കങ്ങളുടെ മേൽ, അവരുടെ തലമുറകളുടെ മേൽ, അവരുടെ ബിസിനസ്സിന് മേൽ അങ്ങയുടെ കരം വെളിപ്പെട്ട് വരട്ടെ കർത്താവേ. പ്രകൃത്യാദ്യ ശക്തി കർത്താവ് തുറന്നു കൊടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അസാധാരണമായ അത്ഭുതങ്ങൾ കർത്താവ് തുറന്നു കൊടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. മുഴുവൻ മഹത്വം ഞാൻ അർപ്പിക്കുന്ന പ്രാർത്ഥനയായി സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. പുതിയ നിയമ വെളിപ്പാടിലല്ല കർത്തൃപകലിലും കർത്താവിനെ ആരാധിപ്പാൻ കർത്താവിൻ്റെ ആത്മാവിനാൽ ഞങ്ങളുടെ സാവകാശം ഒരുക്കിയിരിക്കുന്നു. തൃശ്ശൂർ പട്ടണത്തിൽ പെരിഞ്ചേരി ബിൽഡിങ്ങിൽ വെച്ച് എല്ലാ ഞായറാഴ്ച രാവിലെ 7:30 മണി മുതൽ 10:15 വരെ ആരാധന വിടുതൽ ശുശ്രൂഷ നടത്തപ്പെടുന്നു. 9:30 മുതൽ 12 വരെ കുന്നംകുളം വിക്ടോറിയ ടൂറിസ്റ്റ് ഹോമിൽ വെച്ചും, വൈകിട്ട് 3 മുതൽ 5 വരെ ആമ്പല്ലൂർ വെച്ചും ആരാധന വിടുതൽ ശുശ്രൂഷ നടത്തപ്പെടുന്നു. നിങ്ങളേവരെയും ഞങ്ങൾ കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വീണ്ടും കാണും വരെ കർത്താവിന്റെ ചിറകിന്റെ മറ നമ്മളെ മറക്കട്ടെ. ഗോഡ് ബ്ലസ് യു.